ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. സ്തോത്രം. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, നമ്മുടെ പൗരത്വം അത് എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. 2, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി ആമേൻ വരും, വേഗം വരുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അത് റോമൻ കോളനിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫിലിപ്പിയൻ എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾ അവർ റോമൻ പൗരത്വമുള്ളവർ, സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. അതിനകത്ത് അവർ ഭയങ്കര അഭിമാനിക്കുകയും അതിനകത്ത് വലിയ ആനന്ദം കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ സിറ്റിസൺ അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്നത് റോമിലല്ല, നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവരാണ്. നമ്മൾ ആ ദേശത്ത് താമസിക്കുന്നെങ്കിലും ആ ദേശത്തിൻ്റെ പൗരത്വമുണ്ടെങ്കിലും നമ്മുടെ ഒറിജിനൽ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ വാല്യൂസ്, അതായത് സ്വർഗീയ വാല്യൂവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സ് സ്വർഗീയമായ മനസ്സായിരിക്കണം. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ നിന്നുള്ള പ്രത്യാശ, അതായത് നമ്മുടെ കർത്താവ് വരും എന്നുള്ള വലിയ പ്രത്യാശ വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ. ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യും എന്നുള്ള പ്രത്യാശ ഉണ്ടാകണം. ഈ കാണുന്നത് താൽക്കാലികമാണെന്നുള്ള ഒരു വലിയ ബോധ്യവും നമുക്കുണ്ടാകണം. നമ്മൾ ഈ ലോകക്കാരല്ല. രാജ്യങ്ങളുടെ സ്ഥാനാപതിമാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പാർക്കുമ്പോൾ അവരവിടെ പാർക്കുന്നതേ ഉള്ളൂ. അവരുടെ സിസ്റ്റം, അവരുടെ ഭാഷ, സകല കാര്യങ്ങളും അവരെവിടുന്ന് വന്നോ അവിടുന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യാൻ വന്നവരാ. ജസ്റ്റ് ലൈക്ക് എ അംബാസഡേഴ്സ്, സ്ഥാനാപതിമാരെ പോലെ നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ, ദൈവരാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ കർത്താവ് നമ്മളാക്കിയിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയാൻ, നമ്മുടെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് മടങ്ങി വരും, നമ്മളെ കർത്താവ് കൊണ്ടുപോകും. അതിൽ നിന്ന് നമ്മുടെ ഫോക്കസ്, പ്രത്യാശ വ്യതിചലിച്ചു പോകരുത്. അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വർഗമെന്ന് പറയുന്നതാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്. നമ്മൾ ഇവിടെ എഴുതുമ്പോഴും പറയത്തില്ലേ പെർമനന്റ് അഡ്രസ്. യെസ്, നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് സ്വർഗമാണ്. ഇവിടുത്തെ ജയം താൽക്കാലികമാണ്, ഇവിടുത്തെ കഷ്ടതകൾ താൽക്കാലികമാണ്, ഇവിടുത്തെ പണം നമ്മുടെ കയ്യിലുള്ളത് താൽക്കാലികമാണ്, ഇവിടുത്തെ വേദനകൾ താൽക്കാലികമാണ്. ഇതെല്ലാം മാറിപ്പോകും. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ ഏത് മൈൻഡ് സെറ്റിൽ ജീവിക്കണം? സ്വർഗീയ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ നിന്നായിരിക്കണം. അത് തന്നെ, അതാണ് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം തുരുമ്പ് പിടിച്ചു പോകുന്നതാണ്, കള്ളന്മാർ കൊണ്ടുപോകുന്നതാണ്. എന്നാൽ നമ്മുടെ നിത്യനിക്ഷേപം സ്വർഗത്തിലാണ്. അത് ആർക്കും മോഷ്ടിക്കുവാൻ കഴിയത്തില്ല. നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഒരു സ്വർഗീയ സിറ്റിസൺ എന്ന ആ ബോധ്യത്തിലാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? എൻ്റെ വാല്യൂസ്, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മണി, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വർഗീയ വാല്യൂസിലാണോ ഉപയോഗിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായി യേശുവിൻ്റെ മടങ്ങി വരവിനെ പ്രത്യാശിച്ച് കാത്തിരിക്കുന്നവരാണോ? യോഹന്നാൻ 17:16 പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൽ നിന്നല്ല, അതുപോലെ തന്നെ ഇവരും ലോകത്തിൽ നിന്നല്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു, നമ്മൾ ഉയരത്തിൽ തന്നെ ചിന്തിച്ചു കൊള്ളുവീൻ. നമ്മൾ ഉയരത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉയരത്തിൽ തന്നെ ചിന്തിച്ചു കൊള്ളുവീൻ. എബ്രായ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഭൂമിയിലാകുന്നുവെങ്കിലും താൽക്കാലികമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഈ ലോകത്തിൽ വഞ്ചനയുണ്ട്, ചതിയുണ്ട്. ഈ ലോകത്തിൽ എങ്ങനെയും പൈസ ഉണ്ടാക്കാനുള്ള സിസ്റ്റംസ് ഉണ്ട്, മെത്തേഡുകളുണ്ട്. ഡോണ്ട് ഫോളോ ദാറ്റ്. അതൊന്നും ഫോളോ ചെയ്യല്ലേ. നമുക്കൊരു ബോധ്യം വേണം, എൻ്റെ വാല്യൂ സ്വർഗത്തിലെ വാല്യൂവാണ്. എൻ്റെ മൈൻഡ് സ്വർഗീയ മൈൻഡാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ പലതരത്തിൽ പല വാല്യൂസ് ഉണ്ട്, പല മൈൻഡ് സെറ്റ് ഉണ്ട്. ഞാൻ അതിൽ ജീവിക്കുവാനുള്ളവനല്ല, ഞാൻ സ്വർഗീയ വാല്യൂവിൽ ജീവിക്കുവാനുള്ള. ഞാൻ ഈ താൽക്കാലികമായിട്ട് ഞാൻ കേരളത്തിൽ വസിക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിദേശത്ത് വസിക്കുന്ന വ്യക്തിയാകാം. പക്ഷേ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് എൻ്റെ വാല്യൂ, എൻ്റെ സ്റ്റാൻഡേർഡ് സ്വർഗീയ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ഞാനൊരു സ്വർഗീയ പൗരനാണ്. ഞാൻ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ആ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിത വിശുദ്ധിയിലും ദൈവിക നിറവിലുമാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.